ബത്തേരി ഹേമചന്ദ്രൻ കൊലക്കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. 412 പേജുള്ള കുറ്റപത്രമാണ് പോലീസ് കുന്നമംഗലം കോടതിയിൽ സമർപ്പിച്ചത്. 6 പേരാണ് കേസിലെ പ്രതികളെന്ന് പോലീസ് കുറ്റപത്രത്തിൽ പറയുന്നു. കോഴിക്കോട് ഐരഞ്ഞിപ്പാലം വിജിൽ നരഹത്യാ കേസിൽ DNA സാമ്പിൾ പരിശോധനാ ഹർജി ഇന്ന് കോടതി പരിഗണിക്കും. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, ബത്തേരി ഹേമചന്ദ്രൻ കൊലക്കേസിലാണ് പോലീസ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 412 പേജുള്ള കുറ്റപത്രമെന്നാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ആദ്യം തന്നെ ബത്തേരി ഹേമചന്ദ്രൻ കൊലക്കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് വരാം. ഈ ബത്തേരി ഹേമചന്ദ്രൻ കൊലക്കേസ് നമ്മളെല്ലാം കേട്ട ഏറ്റവും നടുക്കിയ ഒരു സംഭവമാണ്. കഴിഞ്ഞ വർഷം 2024 അദ്ദേഹത്തെ വീട്ടിൽ നിന്നും അദ്ദേഹം ഇറങ്ങുന്നു. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്തെത്തുന്നു. അദ്ദേഹം ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്താണ് താമസം. സുൽത്താൻ ബത്തേരി സ്വദേശിയാണെങ്കിൽ കൂടി താൽക്കാലികമായി അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ആവശ്യാർത്ഥം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് താമസിക്കുന്ന വേളയിലാണ് അദ്ദേഹത്തെ ഫോണിൽ ആരോ വിളിക്കുന്നത്. അങ്ങനെ വിളിച്ച് അദ്ദേഹം പോകുന്ന ഒരു ഘട്ടത്തിൽ പിന്നീട് അദ്ദേഹത്തെ കാണാതാവുകയായിരുന്നു. പിന്നീട് ഒരു തിരോധാന കേസ് എന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്ത കേസാണ്. പിന്നീട് ഇതൊരു കൊലപാതകമാണ് എന്ന് പോലീസ് കണ്ടെത്തുന്നത്. അക്കാര്യത്തിൽ എടുത്തു പറയേണ്ടത് ഇപ്പോഴത്തെ കുമ്പള പോലീസ് ഇൻസ്പെക്ടറായിട്ടുള്ള, കാസർഗോഡ് കുമ്പളയിലെ പോലീസ് ഇൻസ്പെക്ടറായിട്ടുള്ള, നേരത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ഇൻസ്പെക്ടറായ PK ജിജീഷിൻ്റെ അന്വേഷണ സാമർഥ്യം തന്നെയാണ്. അദ്ദേഹം മറ്റു പലരും ഒഴിവാക്കിയ കേസ് അദ്ദേഹം പ്രത്യേകം താല്പര്യമെടുത്ത് അന്വേഷിക്കുന്നു. അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് നിർണായകമായൊരു വിവരം, അതായത് ഈ ബത്തേരി സ്വദേശിയായിട്ടുള്ള ഹേമചന്ദ്രനെ വയനാട്ടിലേക്ക് തട്ടിക്കൊണ്ടുപോയി എന്ന ഒരു സൂചന ലഭിക്കുന്നത്. ഒരു സംശയത്തിൻ്റെ പേരിൽ തുടങ്ങിയ ഒരു അന്വേഷണം. അങ്ങനെ തട്ടിക്കൊണ്ടുപോകപ്പെട്ട ഹേമചന്ദ്രൻ എന്ത് സംഭവിച്ചു എന്ന് ശാസ്ത്രീയമായി പരിശോധിച്ചപ്പോഴാണ് ഹേമചന്ദ്രന് വന്ന ഫോൺ വിളികൾ പരിശോധിക്കുന്നത്. അത് കണ്ണൂരിലെ ഒരു യുവതിയുടേത് ശബ്ദത്തിൽ വന്ന ഒരു ഫോൺ നമ്പർ, അത് പിന്നീട് ഈ വയനാട് സ്വദേശിയായിട്ടുള്ള നൌഷാദ് അടക്കമുള്ളവരുടെ പേരിലായിരുന്നു എന്ന് കണ്ടെത്തുന്നു. അങ്ങനെ നടത്തിയ അന്വേഷണത്തിൽ തമിഴ്നാട് കേരള അതിർത്തി പ്രദേശമായ തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ചേരമ്പാടി വനത്തിനുള്ളിൽ, വയനാടിനോട് ചേർന്ന ചേരമ്പാടി വനത്തിനുള്ളിൽ മൃതദേഹം ഇരുത്തി കുഴിച്ചിട്ട നിലയിലാണ് കണ്ടെത്തിയത്. അങ്ങനെ കൊന്നതിന് ശേഷം കുഴിച്ചിടുകയായിരുന്നു എന്ന് കണ്ടെത്തി. പിന്നീട് ഈ ഹേമചന്ദ്രൻ്റെ ഇതാണ് മൃതദേഹം എന്ന്, ഈ ഹേമേന്ദ്രൻ്റെ മൃതദേഹം ഈ വർഷം കണ്ടെത്തുകയും അതിനുശേഷം അത് ഹേമചന്ദ്രൻ്റെതാണ് മൃതദേഹം എന്ന് തെളിയിക്കാൻ വേണ്ടി DNA പരിശോധന നടത്തേണ്ടി വന്നു. 60 ദിവസത്തിന് ശേഷമാണ് DNA സാമ്പിൾ പരിശോധനാ ഫലം കണ്ണൂരിലെ ലാബോറട്ടറിയിൽ നിന്നും ലഭിച്ചത്. ആ ലഭിച്ച അവസ്ഥ അത് പിന്നീട് അത് ഹേമേന്ദ്രൻ്റെതാണെന്ന് തെളിയിക്കുകയും ഹേമേന്ദ്രൻ്റെ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ട് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ഈ പ്രതികൾ 5 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 6 പ്രതികൾ ഉണ്ടെന്നാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ദിവസങ്ങൾ കഴിഞ്ഞ് പോലീസ് ആ കേസിൽ ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. കുന്നമംഗലം കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. 412 പേജാണുള്ളത്. 6 പ്രതികളാണുള്ളത്. അതിൽ 5 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇനിയിപ്പോൾ അറസ്റ്റിലാണുള്ളത് ലിബ എന്ന് പറയുന്ന യുവതിയാണ്. അവർ വിദേശത്താണ്, ഗൾഫിലാണുള്ളത്. അവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട്. ഈ യുവതിക്കും ഇതിൽ വളരെയധികം നിർണായകമായൊരു പങ്കുണ്ട്. മറ്റ് 5 പേരും, ഈ നൌഷാദ് അടക്കമുള്ള മറ്റ് 5 പേരും, ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 3 പേരും മറ്റ് 2 പേരും, ഇതിൻ്റെ ഒത്താശ ചെയ്ത മറ്റ് 2 പേരും ഉൾപ്പെടെയുള്ള ആളുകൾ അറസ്റ്റിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ യുവതിയാണ് അറസ്റ്റിലാവാനുള്ളത്. അതിനിടെയാണ് പോലീസ് അന്വേഷണ സംഘം ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കാർത്തു, ശരി. അതുപോലെ തന്നെ വിജിൽ നരഹത്യാ കേസിലും വിജിൽ നരഹത്യാ കേസിലും DNA സാമ്പിൾ പരിശോധന ഹർജി ഇന്ന് കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. അതിന്റെ കൂടെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഈ സമാനതയുള്ള 2 കേസുകളാണ്. ഈ ബത്തേരി ഹേമചന്ദ്രൻ വധക്കേസും ഒപ്പം തന്നെ വിജിലിൻ്റെ നരഹത്യാ കേസും സമാനതയുള്ള